Okay, welcome back to our class. All of you take your textbook. Textbook എടുക്കാം. നമ്മള് എവിടെയാ ലെസൺ പാട് 4 അല്ലേ? ലെസൺ 4 അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചേ. നമുക്ക് ഇനി അത്രയേ സമയമുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ പീരീഡ് ആണ്. ശ്രദ്ധിച്ചിരിക്കാം. എന്താ നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? ഫസ്റ്റ് ക്ലാസ്സില് പേജ് നമ്പർ 10 ചിത്രാംക ശബ്ദാംശം മിലാവോ അല്ലെ? ചിത്രത്തിന്റെ ശബ്ദം മാച്ച് ചെയ്തു. രണ്ടാമത്തത് നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? വാക്യ പൂരേക്കരം കംപ്ലീറ്റ് ദ സെന്റൻസ്. അത് നോട്ട് ബുക്കിലോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശബ്ദ ബനാവോ അല്ലെ? ആ വിട്ട് തന്ന അക്ഷരങ്ങള് കറക്റ്റ് ആക്കിയിട്ട് ഒരു വേർഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. Can you hear me? Yes or no? Yes, okay, good. Next, പാട് 4 അല്ലേ? 4 അക്ഷരവും വാലേ ബിനാ മാത്രാക്കെ ശബ്ദ. 4 അക്ഷരങ്ങളുള്ള വേർഡ്, 4 അക്ഷരങ്ങൾ കൂടിച്ചേരുന്ന വേർഡ്സ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇത്രയും നാള് 3 അക്ഷരം വരെയുള്ളത് പഠിച്ചു. ഇനി 4 അക്ഷരങ്ങൾ വരുമ്പോൾ ഒരു വേർഡ് ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ പാഠത്തിൽ മുഴുവൻ പഠിക്കുന്നത്. ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു? യൂട്ടൻസിൽസ്. ശ്രീഹരി, listen. All of you listen here. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. പിന്നെ ഇടയ്ക്ക് വന്ന ടീച്ചറെ മനസ്സിലായില്ല പറഞ്ഞ് ശരിയാവില്ല. ബർത്തൻ, യൂട്ടൻസിൽ, അച്ചുക്കൻ, കോട്ട്, ശൽഗം, ടർണിപ്പ്, ബർഗർ, ബനിയൻ ട്രീ. ഇത് അടുത്ത ആഴ്ച ST ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ST മീൻസ് സ്ലിപ്പ് ടെസ്റ്റ്, അതായത് ഡിറ്റേഷൻ. 4 വേർഡ്സും ഡിറ്റേഷൻ ഇടും. പിന്നെ ഇതും ബാക്കി പൂരേക്കരോ അല്ലെ? ഇന്ന് നിങ്ങൾക്ക് ST ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? ഡിറ്റേഷൻ ഉണ്ടോ? അങ്ങനെ എന്തൊക്കെ പറഞ്ഞിരുന്നോ? എന്തായിരുന്നു അമന്ന പ്ലീസ് അൺമ്യൂട്ട്. ാണോ? പാടത്തീന്നല്ലേ? അത് ST ഇടുന്ന് പറഞ്ഞിരുന്നല്ലേ? ഓക്കെ, അതൊന്നും ഇപ്പൊ ചെയ്തു തരാം കേട്ടോ. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞ പാടെ 5 മിനിറ്റിനുള്ളിൽ നമുക്ക് എഴുതിക്കാം. ആ വേർഡ്സ് എഴുതിക്കുന്നു പറഞ്ഞിരുന്നല്ലേ? ഓക്കെ, ഓർത്തിരിക്കണേ. ചിലപ്പോ മിസ് മറന്നുപോയി, നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഡൊമിനിക്ക് ഓർമ്മിപ്പിച്ചോളും. ഡൊമിനിക്ക് എന്നോട് പറഞ്ഞ ടെസ്റ്റ് ഇടണം ടീച്ചറ് അല്ലേ ഡൊമിനിക്ക്? എടുത്തോ? എന്തൊക്കെയാ? ബർത്തൻ, അച്ചുക്കൻ, ശൽഗം, ബർഗത്. താഴത്തെ വാക്കുകള് ഒന്നുകൂടെ വായിച്ചുതരാം. കസർത്ത്, ദശരഥ്, നടുക്കട്, ചടുപ്പട്, സർഗം, ഹർദം, അച്ചുക്കൻ, മഖ്മൽ, ഉപുവൻ, ഉൽച്ചൻ, ശൽഗം, ബർഗത്, ബർത്തൻ, പൻഖട്, ശർബത്ത്, ടംടം, ബച്പൻ, കദറൻ, थर्मस, कुबटन. नेक्स्ट पेज नीचे दिए गए वाक्य पढ़ो. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ പഠിക്കാനാ പറയുന്നത്. എന്താ? അത് വായിച്ചു പഠിക്കാൻ. ദശരഥ് ഇതർ ആ. എന്താ പറയുന്നത്? ദശരഥ് ഇവിടെ വരൂ. എന്താ ഇതർ എന്ന് പറഞ്ഞാല് ഹിയർ, ഇവിടെ. ദശരഥ് എന്ന് പറഞ്ഞ ഒരു പേരാട്ടോ, കുട്ടിയോട് പറയാണ്. ദശരഥ് ഇതർ ആ, ഇവിടെ വരൂ. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഹിന്ദിയില് ഒരു വരി ഇടുമ്പോ അത് ഫുൾ സ്റ്റോപ്പ് ആട്ടോ. കസർത്ത് കർ. എന്താ കസർത്ത് എന്ന് പറഞ്ഞാല്? എക്സസൈസ് അല്ലേ? അതെ, കസർത്ത് കർ, എക്സസൈസ്, വ്യായാമം ചെയ്യൂ. പിന്നെന്താ? ബർത്തൻ രഖ്. എന്താ ബർത്തൻ എന്ന് പറഞ്ഞാൽ യൂട്ടൻസിൽസ് അല്ലേ? പാത്രങ്ങള്.
പാത്രങ്ങൾ ടു കീപ് രഖ്ന എന്ന് പറഞ്ഞ ടു കീപ്പ് എന്നാ പാത്രങ്ങൾ എടുക്കൂന്നാ ഉദ്ദേശിക്കുന്നത് ഇവിടെ കേട്ടോ. പിന്നെ അംജദ് ശർബത്ത് ചഖ്. അംജദ് ശർബത്ത് ചഖ് എന്താ അംജദ് പറഞ്ഞൊരു പേരാട്ടോ. അംജദിനോട് മിൻഹാജ് വേർ ആർ യു ലുക്കിംഗ്? മിൻഹാജിന് റേഞ്ച് ഇല്ലായിട്ടാണോ അല്ല കാക്കേനെ നോക്കിയിരിക്കണോ? ബുക്ക് എവിടെ? ടെക്സ്റ്റ് ബുക്ക് എവിടെ? വേർ ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? കേട്ടിരിക്കും അവിടെ അല്ലേ? ശ്രദ്ധിക്കേ, തൊട്ട് വായിക്കണം. ഫസ്റ്റ് വൺ ദശരഥ് ഇതർ. വായിച്ചു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദശരഥ് ഇതർ. അങ്ങനെ പറഞ്ഞ എന്താ? ദശരഥ് ഇങ്ങോട്ട് വരാൻ, ഇവിടെ വരൂ. കസർത്ത് കർ. കസർത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അതായത് 4 അക്ഷരങ്ങൾ കൂടിയ വാക്കല്ലേ ദശരഥ്, കസർത്ത് അല്ലെ? 4 അക്ഷരങ്ങൾ കൂടുമ്പോ ഒരു വേർഡായത്. കസർത്ത് കർ. ബർത്തൻ രഖ് അല്ലെ? ബർത്തൻ കണ്ടോ? ബാ ഇർ ത ഇൻ 4 അക്ഷരം കണ്ടില്ലേ? ഒരു വാക്കായത്. അംജദ്. അംജദ് കണ്ടോ? അവിടെ 4 അക്ഷരം വന്നു. അംജദ് ശർബത്ത് ചഖ്. എന്താ? അംജദിനോട് സർബത്ത് രുചിച്ചു നോക്കാനാ പറഞ്ഞത്, കുടിക്കാനാ പറയുന്നത്. രുചിച്ചു നോക്കൂ, ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ശർബത്ത് അറിയില്ലേ? സർബത്ത് നമ്മൾ കുടിക്കുന്നത്, ജ്യൂസ് എന്നൊക്കെ പറയാം. ഉബുവൻ തക്കിച്ചൽ. എന്താ ഉബുവൻ? ഉബുവൻ എന്ന് പറഞ്ഞാല് ഗാർഡൻ, പൂന്തോട്ടം അല്ലെ? ഉബുവൻ വരെ നടക്കൂ, പോകൂ. തക്ക് പറഞ്ഞാല് വരെ. ബർഗദ് പർ ചട്. എന്താ ബർഗദ് പറഞ്ഞാല്? ബനിയൻ ട്രീ. നമ്മള് പാഠത്തിൽ പഠിച്ചു അല്ലെ? ബർഗദ് പർ ചട്. എന്താ? ബനിയൻ ട്രീയുടെ മുകളിൽ കയറാൻ. ഇവിടെ കണ്ടോ? പിക്ചർ കാണുന്നില്ലേ നിങ്ങള്? ഈ പിക്ചറാ അത്. നെക്സ്റ്റ് ചടുക്കർ ഉത്തർ. എന്താ? മുകളിലോട്ട് കയറാൻ. ചടുക്കർ. ചൽ ഉധർ നഹർ തക്ക്. എന്നിട്ട് എന്താ പറഞ്ഞേ? ഇവര് 3 പേരും കൂടെ ഇങ്ങനെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ പോവുക. എവിടെയൊക്കെ പോകുന്നതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പാത്രം എടുക്കൂ, എന്നിട്ട് നടക്കൂ എന്നൊക്കെയാ പറയുന്നത്. എവിടെയാ? ചൽ ഉദർ നഹർ തക്ക്. എന്താ? നടക്ക്. എവിടെയാ? അവിടെ കനാലുണ്ട്, ആ കനാല് വരെ നടക്കാൻ. കനാൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ തോട് അല്ലെ? തോട്ടിൽ കളിക്കാൻ ഇഷ്ടമല്ലേ? 3 പേരും കൂടെ തോട്ടിലോട്ട് പോവാ. കനാൽ എന്ന് പറയാം കേട്ടോ. നഹർ എന്ന് പറഞ്ഞാൽ കനാൽ, ചെറിയ കൈവഴി തോട് എന്ന് പറയും, ചെറിയ തോടൊക്കെ ആയിട്ട്. എന്നിട്ടോ ചൽ ഉദർ നഹർ തക്ക് ചൽ. കനാല് വരെ നമുക്ക് പോകാന്ന്. നഹർ പർ ചൽക്കർ ജൽ പർ. എന്താ? നഹർ പർ കനാലിൽ ചെന്നിട്ട് പോയിട്ട് ജൽ പർ എന്താ? വെള്ളം എവിടെ നിറക്കാനാ പറഞ്ഞേ? നമ്മുടെ കയ്യില് ബർത്തൻ ഉണ്ടല്ലേ? പാത്രം ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് പാത്രത്തിൽ വെള്ളം നിറയ്ക്കണം. എന്നിട്ടോ കമല കലശ് ഫർക്കർ ഇതറ. ഇത് ആരാണ് ഇവിടെ? കമല അല്ലെ? വേണമെങ്കിൽ നിങ്ങളുടെ പേരിട്ട് ഇവിടെ. ഇവിടെ എറിക്ക്, പിന്നെ ആരാ? അനീറ്റ. ഇതാരാ മരത്തിന്റെ മുകളിൽ കയറുന്നത്? ആർക്കാ മരത്തിന്റെ മുകളിൽ കയറാൻ പറ്റുക? മിൻഹാജിന് പറ്റുന്നു. മിൻഹാജ് എന്ന് പേരിട അവന്. മിൻഹാജ്. മിൻഹാജും അനീറ്റയും എറിക്കുമാണ് പോകുന്നത്. എവിടെയാ പോകുന്നത്? വലിയ കുടമൊക്കെ എടുത്തിട്ട് വെള്ളം നിറയ്ക്കാൻ പോവാ കനാലില്. കമല കലശ് ഫർക്കർ ഇതറ. കലശ് എന്ന് പറഞ്ഞാൽ എന്താ? മൺകുട അല്ലേ? കമലയോട് പറയാ, കമല പറയാ പിന്നെ വെള്ളം കുടത്തില് വെള്ളം നിറച്ചിട്ട് ഇവിടെ വാന്ന് കമലയോട് പറയും. ആര്? കമല പറഞ്ഞാൽ ഇവിടെ നമ്മൾ അനീറ്റയായിരുന്നു അല്ലെ? അനീറ്റ മിൻഹാജ് പറയാ പോയി വെള്ളം എടുത്തിട്ട് വാടിയെന്ന്. അനീറ്റ കേൾക്കുവോ? ഒരു കൂട്ടുകാരാ അല്ലെ? കൂട്ടുകാരാകുമ്പോ കേട്ടോളൂ. എന്നിട്ടോ ഇതർ ഉദർ മത്തുക്കർ. എന്നാ പറഞ്ഞേ? അവിടെ ഇവിടെ ഒന്നും നിക്കാതെ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാനാ പറയുന്നത്. ആരാ പറഞ്ഞത്? എറിക്ക് പറയാ. മിൻഹാജ് വരും. നമുക്ക് ആൽമരത്തിന്റെ മുകളിലൊക്കെ കയറി മങ്കീസിനെ പോലെ മരത്തിന്റെ മുകളിലൊക്കെ ചാടി കയറി തോട്ടില് വെള്ളത്തിൽ കളിച്ച് അല്ലെ? മിൻഹാജും അനീറ്റയും കൂടെ പറഞ്ഞു നമുക്ക് അവിടെയൊക്കെ കളിച്ചിട്ട് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ എറിക്ക് പറയാ അവിടെ ഇവിടെ നിക്കാതെ വേഗം നടക്കൂന്ന് അല്ലേ? പിന്നെന്താ? ചടുപ്പിട അച്ചുക്കൻ പഹൻ. എന്താ അച്ചുക്കൻ എന്ന് പറഞ്ഞാല്? നമ്മുടെ എറിക്കിട്ട ഡ്രസ്സ് കണ്ടോ? അച്ചുക്കൻ മേലങ്കി അല്ലെ? കോട്ട്.
ആ പെട്ടെന്ന് ചടുപട് എന്ന് പറഞ്ഞാ ചട്ടപ്പടി എന്ന് പറഞ്ഞില്ലേ നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ധരിക്കൂ അച്ചുക്കൻ പഹൻ എന്ന് പറഞ്ഞാൽ എന്താ ധരിക്കാൻ ഇടാനാ പറയുന്നേ അച്ചുക്കൻ ഇടൂ ധരിക്കൂ അച്ചുക്കൻ പഹൻകർ ഷഹർ തക്ക് ചൽ നമ്മളെ വലിയ വേലങ്കി അതായത് കോട്ടൊക്കെ ഇട്ടിട്ട് എവിടെ പോകാനാ പറഞ്ഞത് ഷഹർ ഷഹർ മീൻസ് ടൗൺ അല്ലെ പട്ടണത്തില് പോകണം പട്ടണത്തിൽ വരെ പോകണം അല്ലേ യെസ് അതാണ് കഥ ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം ഞാൻ വായിച്ചു തരുന്നത് ശ്രദ്ധിച്ച് വായിക്കണം പച്ചത്തില് വായിക്കണം കേട്ടോ ദശരഥ് ഓ ഫറ ഫാത്തിമയൊക്കെ അവിടെ വായിക്കോട്ടെ വിട്ടിരിക്കുക ഉറക്കം വന്നോ ലിസൺ ഹിയർ ഓൾ സ്റ്റാൻഡ് അപ്പ് ഡൊമിനിക് അയ്യോ ഒരു ഉഷാറും ഇല്ലല്ലോ നല്ല ഉഷാറായിട്ടിരുന്ന കുട്ടികള് ഞാനും ഇപ്പൊ ഉറങ്ങും ഇങ്ങനെയാണെങ്കിൽ ഓൾ സ്റ്റാൻഡ് അപ്പ് ഹാൻഡ്സ് അപ്പ് അനീറ്റ എന്താ എഴുന്നേക്കാത്തത് ആൻസൺ എഴുന്നേറ്റിട്ടില്ല ഞാൻ എല്ലാരെയും കാണുന്നുണ്ട് കേട്ടോ ഹാൻഡ്സ് അപ്പ് ആൻസൺ കെ അജിത് അവൻ ഇരുന്നിട്ട് ഹാൻഡ്സ് അപ്പ് ചെയ്തോ എഴുന്നേറ്റിടാ നീ ഓക്കെ ഹാൻഡ്സ് ഡൗൺ നിങ്ങൾ എവിടെയാ ഇരിക്കുന്നത് കേട്ടെ ഒന്ന് ജമ്പ് ചെയ്തേ ക്ലാപ്പ് ചെയ്തോണ്ട് ജമ്പ് ചെയ്തേ ക്ലാപ്പ് ചെയ്തോണ്ട് clap your hands listen to the music clap your hands ഒന്ന് ഉഷാറാവട്ടെ stop sit down എനർജി വന്നോ നല്ല എനർജി വന്നില്ലേ ഓക്കെ അത് വായിച്ചു അവിടെ ഇരുന്നിട്ട് ഒച്ചത്തിൽ വായിക്കണേ ദശരഥ് ഇധർ ആ ഡൊമിനിക്കിന് സൗണ്ട് കേൾക്കട്ടെ ഡൊമിനിക്ക് വായിച്ചേ ദശരഥ് ഇധർ ആ ഡൊമിനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ yes or no ഡൊമിനിക് നോ എന്താ കേൾക്കാൻ പറ്റുന്നില്ല അൺമ്യൂട്ട് ആണ് പക്ഷെ അവനൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ ലിസൺ ഞാൻ ആരെ വിളിക്കാം ജുവലിനെ വിളിക്കാം റേഞ്ച് പ്രോബ്ലം ഇല്ലാത്തവരെ വിളിക്കാം പ്ലീസ് അൺമ്യൂട്ട് ഞാൻ ഇവിടെ വായിക്കുന്ന ജുവലിന്റെ ശബ്ദം എനിക്ക് കേൾക്കേണ്ടുള്ളൂ ബാക്കി എല്ലാവരും മ്യൂട്ടായിട്ട് തന്നെ ഇരിക്കുക അവിടുന്ന് ഒച്ചത്തിൽ നിങ്ങൾ വായിക്കണം നിങ്ങൾ വായിക്കുന്ന എനിക്ക് കാണാം ഇവിടുന്ന് കേട്ടോ ദശരഥ് ഇധർ ആ കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം കസർത്ത് കർ ബർത്തൻ രഖ് അംജദ് ശർബത്ത് ചഖ് ഉപവൻ തക്ക് ചൽ ബർഗദ് പർ ചടുക്കർ ഉത്തർ ഹിബ ഫാത്തിമ where are you looking listen here എവിടെ where is your textbook കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കാനല്ലേ ഞാൻ പറഞ്ഞത് കുര്യൻ ജോസഫ് പ്ലീസ് ഓൺ യുവർ വീഡിയോ എവിടെയാ എത്തിയത് ജുവല് ചടുക്കർ ഉത്തർ ഓക്കെ ചൽ ഉത്തർ ചൽ ഉത്തർ നഹർ തക്ക് ചൽ नहर पर चलकर
जल घर कमला कलश घर घर नो घर भायाണ് घर Anita Philip, why are you laughing? घर इधर आ इधर उधर मत कर चटपट अचकन पहन अचकन पहन कर आंसर के अजित എന്താ അവിടെ ചെയ്യുന്നത് പെൻസിലിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണോ ആൻസൺ Where is your textbook? തൊട്ട് വായിക്കാൻ പറഞ്ഞിട്ട് പെൻസിലും അവിടെ കറക്കിക്കൊണ്ട് അവൻ അവിടെ ഇരിക്കുക എന്താ പിന്നെ പഠിക്കുന്നത് വായിക്കാൻ പഠിക്കണ്ടേ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇത് ഓറൽ ടെസ്റ്റ് ഉണ്ടാവും ഇത് ഞാൻ വായിപ്പിക്കും ഇതിലാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുക അച്ചക്കൻ പഹൻകർ शहर तक चल ओके वेरी गुड ഈ ജുവൽ മരിയ വായിച്ച പോലെ എത്ര പേര് വായിച്ചു ഒന്ന് കൈ ഉയർത്തി കാണട്ടെ അമന്ന അനഖ കണ്ടു അവരൊക്കെ അദ്വൈത് മുഹമ്മദ് അഫ്ല ഫറ ഫാത്തിമ ഇഫ്ര അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട് വായിക്കാത്തവരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒട്ടും വായിക്കാത്തവര് വായിക്കാൻ പഠിക്കില്ല മിസ് ഇപ്പം വായിച്ചു തരുമ്പോ ശ്രദ്ധിച്ച് വായിച്ചവർക്ക് മാത്രമേ ഇത് വായിക്കാൻ കിട്ടുള്ളൂ നിങ്ങൾ അവിടുന്ന് ബുക്കിന്റെ പെൻസിലിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നോ പിന്നെ എങ്ങനെ വായിക്കാൻ പഠിക്കുക ഓക്കെ ഇതെന്താ ചെയ്യണ്ടേ റീഡ് 5 ടൈംസ് റൈറ്റ് റീഡ് 5 ടൈംസ് 5 പ്രാവശ്യം വായിച്ച് ബൈ ഹാർട്ട് ആക്കണം ഇത് അടുത്ത ദിവസം ഞാൻ ഇത് ഓറൽ ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ വായിപ്പിക്കും നിങ്ങളെ കൊണ്ട് അടുത്ത ദിവസം ക്ലാസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഓറൽ ടെസ്റ്റ് ആണ് ഇതിന്റെ ടെസ്റ്റ് ആണ് അടുത്ത ആഴ്ച നെക്സ്റ്റ് താഴെ ഖാലി സ്ഥാൻ ഭരോ അല്ലെ അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അവിടെ ഖാലിയായ സ്ഥാനത്ത് നിറയ്ക്കുന്ന എന്താ പറയുന്നത് അവിടെ അക്ഷരങ്ങൾ ഇല്ല അവിടെ നമ്മൾ അക്ഷരങ്ങൾ ഫില്ല് ചെയ്യണം സെൽ ഡാഷ് ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് ഹോംവർക്ക് ചെയ്യണം സൈഡിൽ HW എഴുതിക്കോ HW എവിടെയാ ഈ വേർഡ്സ് ഉള്ളത് നിങ്ങൾക്ക് തോന്നും പോലെ വേർഡ്സ് എഴുതിയാ പോരാ ഇവിടെയുണ്ട് ഈ വാക്കുകൾ ഈ ബോക്സിനകത്ത് ഈ വാക്കുകളുണ്ട് ഇവിടെ നോക്കി ഇത് ആദ്യം പഠിച്ചതിന് ശേഷം വേണം ഇത് ഫില്ല് ചെയ്യാൻ ഈ വാക്കുകൾ ഇത് എക്സാമിന് ചോദിക്കും ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ തരും ഖാലി സ്ഥാൻ ഭരോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഈ വാക്കുകൾ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടാവണം ആ ബോക്സിനകത്തെ വേർഡ്സ് നോട്ട് ബുക്കിൽ എഴുതാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എക്സാമിന് ഇവിടെ വിട്ടുപോയ അക്ഷരങ്ങൾ ഫില്ല് ചെയ്യാൻ പറയും അതുകൊണ്ട് നന്നായിട്ട് എഴുതുക ആദ്യം എന്താ ചെയ്യേണ്ടത് ഇത് എഴുതണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഈ ബോക്സിനകത്തെ ഈ വേർഡ്സ് നന്നായിട്ട് എഴുതി പഠിക്കണം ഓക്കെ ചെയ്യോ എല്ലാരും നോക്കി പഠിച്ചതിന് ശേഷം ഹോംവർക്ക് ചെയ്യണം ഓക്കെ പേജ് നമ്പർ 30 എന്താ 30 പറയുന്നത് ശബ്ദ ജോഡോ ഔർ പടോ എന്താ അവിടെ അങ്ങനെ തന്നെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ പഠിച്ച ഈ വേർഡ് ആ വേർഡ് അവിടെ പിന്നെ കറക്റ്റ് ആയിട്ട് തന്നത് മിസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അവിടെ ഫില്ല് ചെയ്യണം നമ്മൾ അല്ലേ അവിടെ മിസ്സായ ആ ലെറ്റേഴ്സ് അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം ഡാഷ് എന്നാ കൊടുത്തേക്കുന്നത് എന്താ അവിടെ ഞാൻ പറഞ്ഞു തരാം ഹോംവർക്ക് ചെയ്യേണ്ടതാണിത് ആദ്യം ബസ് എന്ന് പഠിച്ചു അല്ലേ ബസ് എന്ന് പഠിച്ചു ജസ് എന്ന് പഠിച്ചു
പിന്നെ ഒരു ഡാഷ് തന്നിട്ടുണ്ടെങ്കിൽ ഒരക്ഷരം അവിടെ എഴുതണ്ടു. ഒരു ഡാഷേ ഉള്ളുവെങ്കിൽ ഒരക്ഷരം എഴുതുക. 2 ഡാഷ് ഉണ്ടെങ്കിൽ 2 അക്ഷരം വേണം അവിടെ. ഓക്കെ. ഫസ്റ്റ് വൺ രസ് എഴുതാം, ബസ് എഴുതാം. നെക്സ്റ്റ് ഡാഷ് ഇൽ എന്താ അവിടെ വരിക? ചൽ എഴുതാം അല്ലേ? പിന്നെ ഡാഷ് ഇർ എന്താ? കുറെ വാക്കുകളുണ്ട് നമ്മൾ പഠിച്ചത്. ദോ അക്ഷരം വാലോം ക ശബ്ദം പഠിച്ചില്ലേ? ആ പാഠത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടും. അതുപോലെ ഞാ ഡാഷ് ഇർ ആദ്യം ദോ അക്ഷരവും വാലോം ക ശബ്ദ ലിഖോ എന്ന് പറഞ്ഞോ. ഈ 3 എണ്ണത്തിനും 2 അക്ഷരമുള്ള വാക്കുകൾ എഴുതണം. നമ്മൾ മുമ്പിൽ പഠിച്ചു അല്ലേ? ആ പാഠഭാഗത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 അക്ഷരം നഹർ അല്ലേ? ഞാ ഹ ഇർ എഴുതാം. അത് കഴിഞ്ഞിട്ട് 4 അക്ഷരമുള്ള വാക്ക് വരും, അല്ലെങ്കിൽ ഒരക്ഷരം എവിടെ വിടും. ഇവിടെ ഡ ഗ ഡാഷ് ഡഗ് അവിടെ നിങ്ങൾ അക്ഷരങ്ങള് ഫില്ല് ചെയ്യണം. ഒറ്റൊരു അക്ഷരം എഴുതാനുള്ളൂ. നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആയിട്ട് എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ബർ ഡാഷ് ഇൻ ബർത്തൻ അല്ലേ? അച്ച് ഡാഷ് ഇൻ അച്ചിക്കൻ. നെക്സ്റ്റ് ക ഡാഷ് ഇർ കസർത്ത് അവിടെ. ഇതൊക്കെ നമ്മൾ ഇപ്പുറത്തുള്ള ഉബിട്ടൻ ചടുപ്പട് ഇതൊക്കെ അവിടെ എഴുതാൻ പറ്റും. പാഠഭാഗത്തുള്ള വേർഡ്സ് ശരിക്കും നന്നായിട്ട് എഴുതി പഠിച്ചാല് ആ വേർഡ്സ് നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാം. ഹോംവർക്ക് ആട്ടോ അത്. അത് കഴിഞ്ഞിട്ട് താഴെ ശബ്ദ പൂരേക്കരം, അതും ഹോംവർക്കാ. നമ്പർ 3 ശബ്ദ പൂരേക്കരം പറഞ്ഞാൽ ശബ്ദം പൂരിപ്പിക്കുക. ശബ്ദം എന്ന് പറഞ്ഞാൽ വേർഡ്സ് അവിടെ അത് പൂരിപ്പിക്കണം. മിസ്സായിട്ടുണ്ട് ലെറ്റേഴ്സ്. ക ഡാഷ് ഇൽ എന്താ വരുക? കമൽ അല്ലേ? അവിടെ പിക്ചറും ഉണ്ട്. ആ പിക്ചർ നോക്കിയിട്ട് ആ വാക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. താഴെ ഇപ്പുറത്തെ സൈഡിലൊക്കെ റൈറ്റ് സൈഡിൽ പെന്ന് കൊടുത്തിട്ടുണ്ട്. പെന്നിന് എന്താ ഹിന്ദി പറയാ? ക്ലൂ തന്നിട്ടുണ്ടല്ലേ? കാ ഡാഷ് യും എന്താ? കലം. ആ ഒരു അക്ഷരം അവിടെ എഴുതാം. നെക്സ്റ്റ് ഞാ ഡാഷ് നഹർ. പിന്നെന്താ അവിടെ നഹർ എന്ന് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ നഹർ എന്ന് പറഞ്ഞാൽ എന്താ? നഹർ എന്ന് പറഞ്ഞ ജുവലെ? പുഴ, കനാൽ അല്ലെ? നഹർ. ആ പുഴയുടെ ആ സൈഡ് റൈറ്റ് സൈഡിൽ നഹർ എന്ന് എഴുതുക. ഇപ്പുറത്ത് വേണമെങ്കിൽ നഗർ എന്ന് എഴുതാം. നഗർ. താഴെ ശൽഗം, പൻഖട്, അദ്രക്, ബച്പൻ, മഖ്മൽ, ബർത്തൻ. അവിടെ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് അത് എഴുതാൻ പറ്റും. വാക്കുകളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു. മുൻപത്തെ പേജ് നോക്കിയാൽ നമുക്ക് ഈ വാക്കുകളൊക്കെ കിട്ടും. അതിന്റെ താഴെ നോക്കിയേ പഠോ ഔർ ലിഖോ. എന്താ? പഠിക്കൂ എന്നിട്ട് എഴുതൂന്നാ പറഞ്ഞത്. ഇവിടെ 3 ലൈനായിട്ട് കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? ഒരു പാരഗ്രാഫ് പോലെ തന്നിട്ടുണ്ട്. അതിന്റെ താഴെ 3 ലൈൻസ് ഡാഷ് ഇട്ടിട്ട് തന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങള്? ആ ഡാഷ് ഇട്ടിട്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ മുകളിലത്തെ ഇത് തന്നെ എടുത്ത് താഴോട്ട് എഴുതണം. നോക്കിക്കോ. പവൻ മടക്ക് മടക്ക് കർ മത്തിച്ചൽ. ജുവലിന് ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. ആരെയും ഇപ്പം സ്പീഡിൽ പറയാൻ പറ്റുന്ന ആരൊക്കെയാ? റേഞ്ച് ഉള്ളവര്, നല്ല സ്പീഡിൽ പറയാൻ പറ്റുന്നത്. ഷിഫാനെ ഞാൻ നേരത്തെ വിളിച്ചല്ല, നമ്മള് വേറെ ആരെങ്കിലും? മുഹമ്മദ് ആഫ്ലാനെ വിളിച്ചോ? അതൊരു സ്പീഡിൽ പറയുവോ? പറ്റുവോ? ഇഫ്ര ഫാത്തിമനെ വിളിച്ചു നോക്കാന്നാല്. എല്ലാവർക്കും അടുത്ത ദിവസം അവസരം തരും. ഇഫ്ര ഫാത്തിമ പ്ലീസ്. ഞാൻ ഈ വായിക്കുന്നത് നിങ്ങള് വായിക്കണം. ഇഫ്രയുടെ സൗണ്ട് ടീച്ചർക്ക് കേൾക്കാം. ബാക്കിയുള്ളവർ അവിടുന്ന് ഉറക്കെ വായിക്കണം. നേരത്തെ പോലെ ആകരുത് കേട്ടോ. ശ്രദ്ധിച്ച്. പവൻ മടക്ക് മടക്ക് കർ മത്ത് ചൽ. Where are you looking? Where is your textbook? ടെക്സ്റ്റ് ബുക്കിനകത്ത് തൊട്ട് വായിക്കേ. എവിടെ ആകാശത്ത് നോക്കിയിരുന്നാല് ആകാശത്ത് പോകുന്ന കാക്കനെ നോക്കിയിരുന്ന നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കേ. പഗ് പടക്ക് പടക്ക് മത്ത് ചൽ ചൽ ചട് പഠിച്ചൽ ചൽ നട് കടിച്ചൽ
खड़पड़ चड़पड़ खड़पड़ खड़पड़ मत कर मत कर टक 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 मत कर मत कर चल चल हंस कर कस कर कसरत कसरत कर कर डर कर न कर कसरत कसरत कर कर രസമുണ്ടല്ലേ വായിക്കുന്ന കേൾക്കാൻ ചടുപട് മടക്ക് മടക്ക് പടക്ക് പടക്ക് ഇതൊക്കെയാ കടുപട് ഇതൊക്കെ വാക്കുകളാ ടക്ക് 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 അല്ലേ പിന്നെന്താ കസർക്കർ പിന്നെന്താ ഡർക്കർ കസർത്ത് എന്തൊക്കെ വാക്കുകളല്ലേ നല്ല രസമുണ്ട് വായിച്ചു പഠിക്കണം കേട്ടാ ഈ ചിഹ്നങ്ങളൊക്കെ നോക്കി ഇത് ചിഹ്നങ്ങളൊന്നും വരുന്നില്ല അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ 4 അക്ഷരങ്ങൾ കൂടിയ വാക്കുകളാണ് വരുന്നത് 3 അക്ഷരങ്ങൾ കൂടിയ വാക്കുകള് ഇതിന്റെ അർത്ഥം വേണ്ടേ നിങ്ങൾക്ക് മനസ്സിലായോ ചടപട വായിച്ചതേ ഉള്ളൂ എന്താ പവൻ മടക്ക് മടക്കർ മത്തുച്ചൽ എന്താ പറയുന്നേ പവൻ എന്ന് പറഞ്ഞ ഒരു പേരാ അല്ലേ പവനോട് പറയാ എന്താ പറയുന്നേ നീ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നടക്കാതെ വൃത്തിയായിട്ട് നടക്കാൻ ഞൊണ്ടി ഞൊണ്ടി നടക്കരുത് പിന്നെ പഗ് എന്ന് പറഞ്ഞാൽ എന്താ ഫൂട്ട് അല്ലേ ഫൂട്ട് അതായത് പഗ് പടക്ക് പടക്കർ മത്തിച്ചൽ നമ്മളിങ്ങനെ കാല് വെച്ച് അടിച്ചു നടക്കൂലേ ടപ്പ് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നടക്കരുതെന്നാ പറയുന്നത് പിന്നെയോ ചൽ ചടുപട് ചൽ എങ്ങനെയാ നടക്കണ്ടേ നല്ല സ്റ്റേൺ ആയിട്ട് ചുറുചുറുക്കോടെ നടക്കാനാ പറയുന്നത് വെറുതെ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ നല്ല ഉഷാറായിട്ട് നടക്കാനാ പറയുന്നത് ചൽ നടുക്കടിച്ചാൽ പിന്നെന്താ കുസൃതി കാണിക്കാതെ നടക്കൂ കടുപ്പട് മത്തുക്കർ പിന്നെന്താ നമ്മള് ചിലവര് എങ്ങനെ നടക്കുന്നേ തിരക്കു പിടിച്ച് നടന്ന് പോയി വീണ് മുട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞല്ലേ ഭയങ്കര വെപ്രാളാ നമുക്ക് അങ്ങനെയൊന്നും കൂടാതെ നടക്കാൻ പിന്നെന്താ ടക്ക് 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 മത്തുക്കർ പിന്നെന്താ നിങ്ങൾ പോകുമ്പോ എങ്ങനെയാ പോകുന്നത് നിങ്ങൾ വരുന്നത് അങ്ങ് പുളിങ്ങോ അല്ല എവിടെയാ പയ്യന്നൂര് കേൾക്കാം എങ്ങനെയാ വരുന്നേ ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് കുതിരയൊക്കെ പോകുന്ന പോലെ അല്ലേ എങ്ങനെയാ പോണെന്ന് പറഞ്ഞ അങ്ങനെയൊന്നും പോകരുത് എങ്ങനെയാ നല്ല സ്റ്റേണായിട്ട് നടക്കണം എന്നാ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാ പോന്നെ ഇങ്ങനെ ആടി ഒലഞ്ഞ് പാമ്പൊക്കെ പോകുന്ന പോലെ വളഞ്ഞും പൊളഞ്ഞൊക്കെയാ പോകുന്നത് അല്ലെ നമുക്ക് നടക്കാൻ അറിയില്ല അല്ലേ തിരക്ക് പിടിച്ചോടും കേട്ടോ വളഞ്ഞും പൊളഞ്ഞും പോയിട്ട് അവിടെ പോയി വീഴും തലേ തട്ടിട്ട് ശ്രദ്ധിക്കില്ല നമ്മള് അല്ലേ എത്ര പേർക്ക് മുട്ടിന്റെ തൊലിയുണ്ട് ആർക്കും ഇല്ല അല്ലെ പിന്നെന്താ ചൽ കസർക്കർ കസർത്ത് കർ പിന്നെന്താ നടക്ക് നമ്മൾക്ക് കസർത്ത് കർ എന്താ നമുക്ക് നല്ല എക്സസൈസ് ചെയ്യാന്ന് നമ്മുടെ പിക്ചർ കണ്ടോ വ്യായാമൊക്കെ ചെയ്യാന്ന് പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ ഇല്ല അല്ലേ പിന്നെ കുറച്ച് ഓടുമൊക്കെ വേണം കേട്ടാ ഓടും നടക്കുമൊക്കെ വേണം അപ്പൊ വീഴാനല്ല പറഞ്ഞത് എങ്ങനെ നടക്കാനാ പറഞ്ഞത് അല്ല സ്റ്റേണായിട്ട് നടക്കാനാ പറഞ്ഞത് പിന്നെ ഡർക്കർ കസർത്തുക്കർ എന്താ പേടി കൂടാതെ നടക്കൂ അല്ലേ കഴിഞ്ഞു നമ്മുടെ പാഠം കഴിഞ്ഞു ഇതുണ്ടോ ലാസ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാം മാച്ച് ദ ഫോളോയിങ് അവിടെ എഴുതിക്കോ ഹോംവർക്ക് ഉപവൻ ഷർബത്ത് തെർമസ് കസർത്ത് പൻഖട് കസർത്ത് എന്ന് പറഞ്ഞാൽ എന്താ എക്സസൈസ് പൻഖട് എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ വെള്ളം എടുക്കുന്ന സ്ഥലമില്ലേ കിണറ്റിൻകര അതാണ് പൻഖട് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഓക്കെ ടൈം ഈസ് ഓവർ ലാസ്റ്റ് 6 ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോ അല്ലേ പറഞ്ഞു തരട്ടെ എഴുതോ ഇപ്പൊ അവിടെ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്തോ അംജദ് ഡാഷ് ചഗ് എന്താ അംജദിനോട് പറയുന്നത് ഷർബത്ത് ചഗ് അല്ലെ ഷർബത്ത് രുചിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അവിടെ ഷർബത്ത് എന്നാ വരും അംജദ് ഷർബത്ത് ചഗ്
നോട്ട് ചെയ്ത് വെച്ചോ. സെക്കൻഡ് വൺ, അസ്ലം ഡാഷ് പെർ മത്ത് ഡാഷ്. അസ്ലമിനോട് എന്താ പറഞ്ഞത്? ഇവിടെ പിക്ചർ ഉണ്ട് കണ്ടോ, ഈ പിക്ചറിന്റെ കണക്കായിട്ട് നമ്മളത് ഫില്ല് ചെയ്യുന്നത്. അംജദ് അസ്ലം ബർഗദ്, ബനിയൻ ട്രീയുടെ മുകളിൽ കയറിരുന്ന പറഞ്ഞ്, ബർഗദ് പെർ മത്ത് ചട്. നിങ്ങൾ എഴുതിക്കോ, കറക്റ്റ് ചെയ്ത് തരാം മിസ്. ബർഗദ് ലാസ്റ്റ് ചട്, ചട് എങ്ങനെ എഴുതുക? ചട് ലാസ്റ്റ് വൺ, മത്ത് ചട്. പിന്നെ അഫ്ജൽ ഡാഷ് പഹൻകർ ചൽ. എന്താ അഫ്ജല്? അച്ചുക്കൻ അല്ലെ. അഫ്ജല് എന്ത് ധരിച്ചു എന്നാ പറഞ്ഞേ? മേലങ്കി, അച്ചുക്കൻ. എഴുതിക്കോ അവിടെ, നമ്മള് പഠിച്ച വാക്കല്ലേ. ചർബത്ത്, ബർഗദ്, അച്ചുക്കൻ അല്ലെ. തേർഡ് വൺ അച്ചുക്കൻ. ലാസ്റ്റ് പവൻ ബദൻ പർ മഖ്മൽ. എന്താ മഖ്മൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എന്താ അതിന് പറയാ നമ്മള്? മഖ്മൽ എന്ന് പറഞ്ഞാല് വെൽവെറ്റ് ഡ്രസ് എന്നാ ഉദ്ദേശിക്കുന്നത്. വെൽവെറ്റ്. പവൻ ബദൻ പർ മഖ്നെ വേണ്ടു, മൽ അവിടെ ഉണ്ട്, മഖ്ന്ന് എഴുതുക അവിടെ കേട്ടോ, മഖ്മൽ. സർഗം ബർത്തൻ പർ രസ് ചഖ്, സോറി രസ് രഖ്. സർഗം ബർത്തൻ പർ രസ്, രസ് അവിടെ വരിക, രസ് രഖ്. ലാസ്റ്റ് വൺ, അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യാ, തെറ്റിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരാം. ലാസ്റ്റ് വണ്ണും ഹോംവർക്കാ നിങ്ങൾക്ക്. ഈസി ആയിട്ട് ഹോംവർക്ക് ഒത്തിരി ഉണ്ടെന്നെങ്കിലും ഈസിയാണ് കേട്ടോ. ലാസ്റ്റ് വണ്ണും ഹോംവർക്കാ. എഴുതി ഈ ഒരു പേജിലത്തെ കാര്യം ഒന്നിച്ച് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഒത്തിരി വരും ഗ്രൂപ്പില്. ഒരു പേജിലത്തത് ഒന്നിച്ച് പോസ്റ്റ് ചെയ്യാം, ആ വർക്ക് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓക്കെ. നമ്മുടെ ടൈം തീരാൻ പോവാണ്, 5 മിനിറ്റ്. ബൈ പറയട്ടെ. നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ടോ ഇനി ഗ്രൂപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാം. ഓക്കെ ബൈ, സി യു. താങ്ക് യു.